ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്റെ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ് ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 33-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം മുതൽ ആണ് ആരംഭിക്കുന്നത്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം സഹനാവവതു സഹനവു ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിവാഹതസ്മി. ഹോമാദന്യ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. മുമ്പ് പറഞ്ഞ പോലെ തൃതീയ സ്കന്ധം 33-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കും. തയേവ വിശ്വസ്യ ഭവാൻ വിധത്തെ ഗുണപ്രവാഹേണ വിഭക്തവീര്യാം സർഗദ്യനീഹോ വിതഥാഭിസന്ധി ആത്മേശ്വരോദക്യ സഹസ്രശക്തി. സയേവ ദേവഹുതിയുടെ സ്തുതിയാണ് ഇനി മുതൽ അങ്ങോട്ട്. ആ ഭഗവാൻ തന്നെ വിശ്വസ്യ വിധത്തെ വിശ്വത്തെ ചെയ്യുന്നു ഗുണപ്രവാഹേണ വിഭക്തവീര്യ. ത്രിഗുണങ്ങളുടെ പ്രവാഹം കൊണ്ട് തൻ്റെ വീര്യത്തെ മൂന്നാക്കി പകുത്തവനായ ആ ഭവാൻ കരയിലേക്ക് അയ്യോ എന്തെങ്കിലും പറഞ്ഞാണോ? ഇടയ്ക്കൊരു കോള് വന്നപ്പോൾ അതിൽ സംസാരം അൺമ്യൂട്ടായി. സർഗദ്യനീഹോ അഭിതഥാ അഭിസന്ധി. സർഗാദികളായ സൃഷ്ടി ആദികളായ അനീഹ ആഗ്രഹമില്ലാത്തവനായിട്ട് അവിതഥ അഭിസന്ധി സഫലമായ സങ്കല്പത്തോടു കൂടിയവൻ. അവിതഥം സഫലം, വിതഥം സത്യമാവാത്തത്, അവിതഥം സത്യമായ സഫലമായ അഭിസന്ധി സങ്കല്പം, സത്യമായ സങ്കല്പത്തോടു കൂടിയവനായ ആത്മേശ്വര, എല്ലാ ജീവാത്മാക്കളുടെയും ഈശ്വരനായ ഭഗവാൻ അതർക്യ സഹസ്രശക്തി, ഊഹിക്കാൻ പോലും ആകാത്ത ആയിരക്കണക്കിന് ശക്തിയുള്ളവൻ. അതർക്യ സഹസ്രശക്തി, അതർക്യം ഊഹിക്കാൻ പോലും ആവാത്ത ആയിരക്കണക്കിന് ശക്തിയോട് കൂടിയവൻ. അതർക്യ സഹസ്രശക്തി. അങ്ങനെയുള്ളവനായ ആ ഭഗവാൻ അനീഹനാണ്, ഒന്നിനോടും ആസക്തിയില്ലാത്തവനാണ്. അങ്ങ് തന്നെയാണ് വിശ്വത്തിൻ്റെ സൃഷ്ടി ആദികൾ വിധത്തെ ചെയ്യുന്നത്. യാതൊരു ഭഗവാന്റെ ഉദരത്തിലാണോ ഈ പ്രപഞ്ചം മുഴുവൻ ലയിച്ചു കിടക്കുന്നത്, അങ്ങ് ഒറ്റയ്ക്കാണ് ഈ കാണുന്ന സകലതിനെയും സൃഷ്ടിച്ചത്. അതിനെ രക്ഷിക്കുന്നതും അങ്ങാണ്, പരമേശ്വര സ്വരൂപേണ സംഹരിക്കുന്നതും അങ്ങാണ്. അങ്ങയുടെ ഗുണത്രയങ്ങളെ കൊണ്ട്, അങ്ങയുടെ മായയിൽ നിന്നും ആവിഷ്കരിക്കപ്പെട്ട ഗുണത്രയം കൊണ്ട് അങ്ങ് സൃഷ്ടിക്കാനും രക്ഷിക്കാനും സംഹരിക്കാനുമുള്ള ശക്തി വേർതിരിച്ച് അനുഭവിപ്പിച്ച് മൂന്നാക്കി മാറ്റി. ഈ ത്രിഗുണങ്ങളുടെയും ശക്തി മൂന്ന് തരത്തിലാണ്.
ഒന്ന് സൃഷ്ടിക്ക്, ഒന്ന് സ്ഥിതിക്ക്, ഒന്ന് സംഹാരത്തെ. രജോ ഗുണം കൊണ്ട് സൃഷ്ടി, സത്വഗുണം കൊണ്ട് സ്ഥിതി, തമോ ഗുണം കൊണ്ട് സംഹാരം. അങ്ങനെ സങ്കല്പമാത്രത്തിൽ ഇതെല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്നവനായ അങ്ങ് ഒരു കർമ്മത്തിലും ഏർപ്പെടുകയില്ല. താനാണ് ചെയ്യുന്നതെന്ന് തനിക്കും തോന്നുന്നില്ല, ബാക്കി ആർക്കും തോന്നുന്നില്ല. അങ്ങയുടെ സങ്കല്പം മാത്രമാണ് ഇതിൽ പ്രവേശിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സംഹാരങ്ങൾക്ക് കാരണസ്വരൂപൻ ആയിരിക്കുന്നത്. ഫയേവ വിശ്വസ്യ ഭവൻ വിധത്തെ ഗുണപ്രവാഹേണ വിഭക്തവീര്യ വർഗജനീഹോ വിദധാഭിബന്ധി ആത്മേശ്വരോദർക്യഫഹഫ്രശക്തി. ഗുണപ്രവാഹേണ വിഭക്തവീര്യ അവിദധാഭിബന്ധി ആത്മേശ്വര അദർക്യഫഹഫ്രശക്തി അനീഹ സഹ ഭവാൻ ഏവ വിശ്വസ്യ സർഗാദി വിധത്തെ. സയേവ വിശ്വസ്യ ഭവാൻ വിധത്തെ ഗുണപ്രവാഹേണ വിഭക്തവീര്യം സർഗദ്യനീഹോ വിതഥാഭിബന്ധി ആത്മേശ്വരോദർക്യഫഹഫ്രശക്തി. സയേവ വിശ്വസ്യ ഭവാൻ വിധത്തെ ഗുണപ്രവാഹേണ വിഭക്തവീര്യം സർഗദ്യനീഹോ വിതഥാഭിബന്ധി ആത്മേശ്വരോദർക്യഫഹഫ്രശക്തി. സത്വം ഭൃതോ മേ ജഠരേണ നാഥ കഥം नु യസ്യോദരേതദാഫീൻ വിശ്വം യുഗാന്തേ വടപത്രേ കശ്യേതേ സ്മ മായാ ശിശുരംഘ്രിപാനം. തത്വം, അങ്ങനെയുള്ള അങ്ങ് ഒറ്റയ്ക്ക് ഏകമായ തൻ്റെ ശക്തിയെ മൂന്നായി വിഭജിച്ച് മൂന്ന് സങ്കല്പത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഏകനായി നിർവഹിക്കുന്നവനായ അങ്ങ് ഭൃതോ മേ ജഠരേണ നാഥ, ഹേ നാഥ, മേ ജഠരേണ ഭൃത, എൻ്റെ ജഠരത്താൽ ധരിക്കപ്പെട്ടു, അങ്ങൻ്റെ ജഠരത്തിൽ വന്ന് ജനിച്ചിരിക്കുന്നു. കഥം नु, എങ്ങനെയാണ്? യസ്യ ഉദര ഏതത് ആഫീത്, യാതൊരുവന്റെ ഉദരത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ സ്ഥിതി ചെയ്തത്. അങ്ങനെയുള്ള അങ്ങ് എൻ്റെ ഉദരത്തിൽ വന്ന് ജനിച്ചിരിക്കുന്നു. ഏതുപോലെ? വിശ്വം യുഗാന്തേ വടപത്രേക, ഒരു യുഗാന്തത്തിൽ ആലിലയിൽ ശയിച്ചുകൊണ്ട് ഏകഹ ശേതേസ്മ, ശേതേസ്മ ശയിച്ചു കിടന്നു. മായാശിശുവായിട്ട് അംഘ്രിപാനഹ, കാലു കുടിച്ചുകൊണ്ട്, അംഘ്രിപാദം, പാദം വായിൽ വെച്ച് കുടിച്ചുകൊണ്ട് ഒരു ആലിലയിൽ അങ്ങ് ഒരു കൊച്ചു കുഞ്ഞായിട്ട് കിടന്നില്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ വയറ്റിൽ അങ്ങേക്ക് ജനിക്കാൻ എന്താണ് തടസ്സം? പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അങ്ങ് ഒരു യുഗാവസാനത്തിൽ ഒരാലിലയ്ക്കകത്ത് കൊള്ളുന്ന ഒരു കുഞ്ഞു ശിശുവായി കൈകൊണ്ട് കാല് പിടിച്ച് മുഖത്തോട് ചേർത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേ സ്മരിക്കുമ്പോൾ അങ്ങേക്ക് എത്ര ചെറുതാവാനും എത്ര വലുതാവാനും യാതൊരു വൈഷമ്യവുമില്ല എന്ന് അങ്ങയുടെ ആ ഓരോ ചേഷ്ടയുടെ മഹാത്മ്യവും എനിക്ക് അതിശയകരമായി അനുഭവപ്പെടുന്നുണ്ട്. തത്വം ഭൃതോ മേ ജഠരേണ നാഥ കഥം नु യസ്യോദര ഏതദാഫീൻ വിശ്വം യുഗാന്തേ വടപത്രേ കശ്യേതേ സ്മ മായാ ശിശുരംഘ്രിപാന. യുഗാന്തേ ഏതദ് വിശ്വം യസ്യ ഉദരേ ആഫീത് മായാശിശുഃ അംഘ്രിപാനഃ ഏകഃ വടപത്രേ ശേതേ സ്മ.
ഹേ നാഥ തത്വം മേ ജഠരേണ കഥം ഭൃതഃ തത്വം ഭൃതോ മേ ജഠരേണ നാഥാം കഥം नु ഫ്യോദര ഏതദാഫീൻ വിശ്വം യുഗാന്തേ വടപത്രേകഃ ശേതേ സ്വമായാ ശിശുരംഘ്രിപാനഃ. തത്വം ഭൃതോ മേ ജഠരേണ നാഥാം കഥം नु ഫ്യോദര ഏതദാഫീൻ വിശ്വം യുഗാന്തേ വടപത്രേകഃ ശേതേ സ്വമായാ ശിശുരംഘ്രിപാനം. ത്വം ദേഹതന്ത്രപ്രശമായ പാപ്മനാം നിദേശഭാജം ച വിഭോ വിഭൂതയേ യഥാവതാരാസ്തവ ഭൂകരാദയസ്തഥായമപ്യാത്മപഥോപലബ്ധയേ. ത്വം അങ്ങ് ദേഹതന്ത്ര ദേഹത്തെ ധരിക്കുന്നവനാണ്. പാപ്മനാം പ്രസമായ പാപികളെ ശമിപ്പിക്കാനായിക്കൊണ്ട് അങ്ങ് ശരീരം സ്വീകരിക്കുന്നവനാണ്. പാപ്മനാം പ്രശമായ ദേഹതന്ത്രഹത്വം നിദേശഭാജം ച വിഭോ വിഭൂതയേ. നിദേശഭാജാം ആജ്ഞ അനുസരിക്കുന്നവരുടെ നിർദ്ദേശത്തെ അനുസരിക്കുന്നവരുടെ നിദേശഭാജാം വിഭൂതയെ ഐശ്വര്യത്തിന് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി അങ്ങ് ദേഹം സ്വീകരിച്ചിരിക്കുന്നു. പാപികളെ ശമിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം സ്വീകരിച്ചവനായ അങ്ങ് ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സ്വതവേ ഒരു ശരീരം സ്വീകരിച്ചിട്ട് യഥാ അവതാരാസ്തവ ഭൂകരാദയ അങ്ങനെയാണ് പന്നി മുതലായിരിക്കുന്ന അവതാരങ്ങൾ അങ്ങേക്കുണ്ടായത്. യഥാ അവതാരാഹ തവ പൂകരാദേഹ പന്നി മുതലായവകൾ തഥായമപി ആത്മപഥോപലബ്ധേ തഥായമപി അപ്രകാരമാണ് ഇതും എന്ന് ആത്മപഥോപലബ്ധയെ ആത്മമാർഗത്തെ കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങ് പണ്ടൊരിക്കൽ പന്നിയുടെ വേഷം ധരിച്ചത് വേദത്തെ ഉദ്ധരിക്കാനാണെങ്കിൽ ഇപ്പോൾ ആത്മമാർഗം നഷ്ടപ്പെട്ടു പോയ ആത്മമാർഗത്തെ ഉദ്ധരിക്കാനായിട്ട് കപിലസ്വരൂപത്തിൽ എൻ്റെ ഗർഭത്തിൽ അങ്ങ് വന്ന് ജനിച്ചുവല്ലോ. ഞാൻ ആഗ്രഹിച്ചതല്ല എങ്കിൽ പോലും അങ്ങ് ആഗ്രഹിച്ച് എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിച്ചുവല്ലോ. അതുകൊണ്ട് ആ അവതാര സ്വരൂപങ്ങളെ അംഗീകരിച്ചതുപോലെ ആത്മസ്വരൂപത്തെ അറിയാനുള്ള മാർഗം ഉറപ്പിക്കലാണ് ഈ അവതാരത്തിൻ്റെയും ലക്ഷ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അവതാരങ്ങളുടെയൊക്കെ ലക്ഷ്യം അത് തന്നെയാണ്. ത്വം ദേഹതന്ത്രപ്രശമായ പത്മനാം നിദേശഭാജം ച വിഭോ വിഭൂതയേ യഥാവതാരസ്തവ ഭൂകരാദയസ്തഥായമപ്യാത്മപഥോപലബ്ധേ. പാപ്മനാം പ്രശമായ നിദേശഭാജാം വിഭൂതയേ ച ത്വം ദേഹതന്ത്രഃ ഭൂകരാദേഹ തവ അവതാരാः യഥാ തഥാ അയമപി ആത്മപഥോപലബ്ധേ. ത്വം ദേഹതന്ത്രപ്രശമായ പാപ്മനാം നിദേശഭാജം ച വിഭോ വിഭൂതയേ യഥാവതാരസ്തവ ഭൂകരാദയസ്തഥായമപ്യാത്മപഥോപലബ്ധേ. എന്നാമധേയശ്രവണാനുകീർത്തനാദ്യത് പ്രഹ്വണാത് യത് സ്മരണാദപി ക്വചിത്
ശ്വാദോപി സദ്യഃ ഫവനായ കൽപ്പതേ കുതഃ പുനസ്തേ ഭഗവന്നുദർശനാൻ. യത് നാമധേയ ശ്രവണ അനുകീർത്തനാത്. യാതൊരു ഭഗവാന്റെ നാമധേയത്തെ കേൾക്കുക, കീർത്തിക്കുക എന്നിവ കൊണ്ട്. യത് നാമധേയ ശ്രവണ അനുകീർത്തനാത്. യത് പ്രഹ്വണാത്. യാതൊരുവനെ നമസ്കരിക്കുന്നുകൊണ്ട്. പ്രഹ്വണം നമസ്കരിക്കാൻ. യത് സ്മരണാദപി ക്വചിത്. യാതൊരു ഭഗവാനെ ക്വചിത് ചിലപ്പോഴെങ്കിലും നമസ്കരിക്കുന്നത് കൊണ്ടും. ശ്വാദോപി സദ്യഫവനായ കൽപ്പതേ. ശ്വാദൻ പോലും. ശ്വാദൻ ചണ്ടാലൻ എന്നർത്ഥം. ശ്വാക്കളെ ഭക്ഷിക്കുന്നവൻ. ശ്വാഹ അത്തീതി ശ്വാദ. ശ്വാക്കളെ ഭക്ഷിക്കുന്നവൻ ശ്വാദൻ, ചണ്ടാലൻ എന്നർത്ഥം. ശ്വാദോപി സദ്യഫവനായ കൽപ്പതേ. ചണ്ടാലൻ പോലും ഉടൻ തന്നെ ഭവനത്തിന്, യജ്ഞാദികൾക്ക് യോഗ്യനായിത്തീരുന്നു. ഭഗവൻ നാമസങ്കീർത്തനം കൊണ്ട്, ഭഗവത് കഥാശ്രവണം കൊണ്ട്, ഭഗവാനെ നമസ്കരിക്കുന്നത് കൊണ്ട്, ഭഗവാന്റെ സ്മരണ കൊണ്ട് ചണ്ടാലൻ പോലും യജ്ഞത്തിന് യോഗ്യതയുള്ളവനായി ഭവിക്കുന്നു. കുതഃപുനസ്തേ ഭഗവന്നുദർശനാത്. പിന്നീടാകട്ടെ അങ്ങയുടെ ദർശനം ഉണ്ടായപ്പോൾ എനിക്ക് പറയാനുമില്ല. അങ്ങയുടെ ആനന്ദസ്വരൂപത്തെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. അത് എൻ്റെ പരിശുദ്ധി കൊണ്ടാണ്. അതിൽ ഞാൻ കൃതാർത്ഥയാൽ ഭക്തിയുടെ പരമകാഷ്ഠയെ അങ്ങ് എൻ്റെ മുമ്പിൽ പ്രകാശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഒരു സ്മരണ മാത്രം മതി, ഒരു കീർത്തനം മാത്രം മതി, ആർക്കും അങ്ങയുടെ സന്ദർശനം ലഭ്യമാകും എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. എന്നാമധേയ ശ്രവണാകു ആനുകീർത്തനാത് യത് പ്രഹ്വണാത് യത് സ്മരണാദപിക്വചിൻ ശ്വാദോപി സദ്യഫവനായ കൽപ്പതേ കുതഃ പുനസ്തേ ഭഗവന്നുദർശനാത്. എന്നാമധേയ ശ്രവണ അനുകീർത്തനാത് യത് പ്രഹ്വണാത് ക്വചിത് അപി യത് സ്മരണാത് ശ്വാദഃ അപി സദ്യഃ ഫവനായ കൽപ്പതേ. ഹേ ഭഗവൻ, തേ ദർശനാത് കുതഃ പുനഃ. എന്നാമധേയ ശ്രവണാനുകീർത്തനാത് യത് പ്രഹ്വണാത് യത് സ്മരണാദപി ക്വചിൻ ശ്വാദോപി സദ്യഃ ഫവനായ കൽപ്പതേ കുതഃ പുനസ്തേ ഭഗവന്നുദർശനാത്. എന്നാമധേയ ശ്രവണാനുകീർത്തനാത് യത് പ്രഹ്വണാത് യത് സ്മരണാദപി ക്വചിൻ ശ്വാദോപി സദ്യഃ ഫവനായ കൽപ്പതേ കുതഃ പുനസ്തേ ഭഗവന്നുദർശനാത്. അഹോബത സ്വപചോതോ ഗരീയാൻ ജിഹ്വാഗ്രേ വർത്തതേ നാമതുഭ്യം തേബുസ്തപസ്തേ ജുഹോ ഫസ്നുരാര്യാം ബ്രഹ്മാനൂചുർനാമനന്ദിയേതേ. അഹൂബത ആശ്ചര്യമായിരിക്കുന്നു. സ്വപചൻ ശ്വാക്കളെ പാകം ചെയ്ത് കഴിക്കുന്നവൻ ചണ്ടാൽ. മുമ്പത്തെ ശ്വാദൻ എന്ന് പകരം മറ്റൊരു വാക്കാണ് സ്വപചൻ. ശ്വാക്കളെ, പട്ടികളെ വേവിച്ച് പാകം ചെയ്ത് കഴിക്കുന്നവൻ സ്വപചൻ. സ്വപചൻ അതഃ, അതുകൊണ്ട് ഗരീയാൻ ഉത്കൃഷ്ടനാണ്, ശ്രേഷ്ഠനാണ്. ചണ്ടാലൻ ഇവനേക്കാളൊക്കെ എത്രയോ പൂജ്യനാണ്, ശ്രേഷ്ഠനാണ്. അഹോബത സ്വപചോ അതോ ഗരീയാൻ യത് ജിഹ്വാഗ്രേ വർത്തതേ നാമതുഭ്യം. യാതൊരുവൻ്റെ ജിഹ്വാഗ്രത്തിൽ അങ്ങയുടെ നാമങ്ങൾ നിത്യേന വിളങ്ങുന്നുവോ അങ്ങനെയുള്ള പേരുള്ള അങ്ങയ്ക്ക് തേപുഹു തപസ്തേ ജുഹുഹു ഫസ്നുഹു ആര്യാഹ. തേപുഹു തപഹ, തപസ് ചെയ്തു എന്നർത്ഥം. തേപുഹു എന്നുള്ളതിൽ ചെയ്തു, തപസ് ചെയ്തു എന്നർത്ഥം.
തപസ് ആചരിച്ചു, ജുഹൂഹു ഹോമം ചെയ്തു, ഫസ്നുഹു സ്നാനം ചെയ്തു, തേപുഹു ജുഹൂഹു ഫസ്നുഹു തപസ്സു ചെയ്തു, ഹോമം ചെയ്തു, സ്നാനം ചെയ്തു. ആര്യാഹ ബ്രഹ്മ അനൂചുഹു നാമ വേദത്തെ അധ്യയനം ചെയ്തു. ബ്രഹ്മത്തെ അനൂചുഹു അധ്യയനം ചെയ്തു. എപ്പോഴും ശരി. ബ്രഹ്മ അനൂചുഹു വേദത്തെ അധ്യയനം ചെയ്തു. ബ്രഹ്മ എന്നുള്ള വാക്കിന് വേദം എന്നർത്ഥം. അനൂചുഹു അധ്യയനം ചെയ്തു. അനൂചുഹു നാമ ഗൃണന്തി ഏതേ ആരാണോ അങ്ങയുടെ നാമത്തെ ഉച്ചരിക്കുന്നത് അവർ ആര്യാഹ ശ്രേഷ്ഠന്മാരാണ്. അങ്ങയെ ഭജിക്കാതിരിക്കുന്ന ബ്രാഹ്മണാദികളെക്കാൾ ശ്രേഷ്ഠം അങ്ങയെ നിരന്തരം പൂജിക്കുന്ന ചണ്ടാലനാണ്. അതാണ് അവനേക്കാൾ. ആരെക്കാൾ? ബ്രാഹ്മണനാണ്, പക്ഷെ ഈശ്വര പൂജ ചെയ്യില്ല. അങ്ങയെ ഭജിക്കാതിരിക്കുന്ന ബ്രാഹ്മണനേക്കാൾ ശ്വപചോ അതോ ഗരീയൻ അതഹ അതിനേക്കാൾ ശ്വപചൻ ഗരീയനാണ്. എന്താണ്? നാമസങ്കീർത്തന രൂപമായ ഈ മഹത്തായ യജ്ഞം ജിഹ്വഗ്രേ വർത്തതേ നാമ അവൻ്റെ ജിഹ്വാഗ്രത്തിൽ അങ്ങയുടെ നാമം നൃത്തം ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ള യജ്ഞങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. നാമജപ യജ്ഞം നിരന്തരമായും നാമങ്ങൾ ഉച്ചരിക്കുന്നത് തന്നെ അവർ ആര്യന്മാരാണ്. അവർ തപസ് ചെയ്തും തീർത്ഥസ്നാനം ചെയ്തവരും ഹോമം അനുഷ്ഠിച്ചവരും വേദം പഠിച്ചവരുമാണ്. അവർ ജന്മാന്തരങ്ങളിൽ ആചരിച്ചു വെച്ച അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ നാമസങ്കീർത്തന യജ്ഞത്തിൽ മനസ്സ് ഉറച്ചു വന്നത്. ഈ അങ്ങയുടെ കീർത്തി കീർത്തിപ്പിക്കാൻ ആർക്കു പറ്റും എന്ന്. അഹോ ബതശ്വപചോ അതോ ഗരീയൻ ജിഹ്വാഗ്രേ വർത്തതേ നാമതുഭ്യം തേ പുസ്തവസ്തേ ജുഹുഫസ്നുരാര്യാം ബ്രഹ്മാനോചുർനാമ ഗൃണന്തിയേതേ. യത് ജിഹ്വാഗ്രേ തുഭ്യം നാമ വർത്തതേ ശ്വപചഃ അതഃ ഗരീയൻ തേ തപഃ തേപുഃ ജുഹുഃ ഫസ്നുഃ ബ്രഹ്മ അനൂചുഃ ഏതേ നാമ ഗൃണന്തി തേ ആര്യാഃ. അഹോ ബതശ്വപചോതോ ഗരീയൻ യജ്ജിഹ്വഗ്രേ വർത്തതേ നാമതുഭ്യം തേ പുസ്തവസ്തേ ജുഹുഫസ്നുരാര്യാം ബ്രഹ്മാനൂചുർനാമ ഗൃണന്തിയേതേ. അഹോ ബതശ്വപചോതോ ഗരീയൻ യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമതുഭ്യം തേ പുസ്തവസ്തേ ജുഹുഫസ്നുരാര്യാം ബ്രഹ്മാനൂചുർനാമ ഗൃണന്തി ഏതേ. തം ത്വാമഹം ബ്രഹ്മപരം പുമാംസം പ്രത്യക്സ്രോതസ്യത്നേഫം വിഭാവ്യം സ്വതേജസാധുസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. തം അങ്ങനെയുള്ള ത്വാം അങ്ങയെ അഹം ഞാൻ പരം ബ്രഹ്മ പുമാംസം പരബ്രഹ്മസ്വരൂപനായ ആ പുരുഷനായ അങ്ങേ പ്രത്യക് സ്രോതസി ആത്മനി സംവിഭാവ്യം ഓരോരോ വിഷയങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞിരിക്കുന്ന ആത്മാവ് പ്രത്യക്കായി തിരിച്ചു വന്ന സ്രോതസി വഴികളിൽ നിന്നും തിരിച്ചു വന്ന് ആത്മനി സംവിഭാവ്യം മനസ്സിൽ വിഭാവന ചെയ്യാൻ യോഗ്യനുമായ സ്വതേജസ ധ്വസ്തഗുണപ്രവാഹം സ്വന്തം തേജസ് കൊണ്ട് ഗുണപ്രവാഹത്തെ നശിപ്പിച്ചവനുമായ വേദഗർഭനായ കപിലനെ
വേദത്തെ ഉള്ളിൽ ഗർഭിച്ചു നിൽക്കുന്ന ആ കപിലൻ എന്ന വിഷ്ണുവിനെ അഹം വന്ദേ, ഞാനിതാ വന്ദിക്കുന്നു. വിഷയങ്ങളിൽ നിന്നും മനസ്സ് പിന്തിരിപ്പിച്ചിട്ട് പ്രത്യക്ഷോദഫി, ആ ആത്മാവിൽ സ്വന്തം പ്രകാശം കൊണ്ട് ഗുണപ്രവാഹത്തിൽ നിന്നുണ്ടായ സംസാരത്തെ നശിപ്പിച്ച് ഭക്തന്മാർക്ക് മോക്ഷം നൽകുന്നവനാണ് അങ്ങ്. ജ്ഞാനസ്വരൂപനും സാംഖ്യശാസ്ത്രത്തിൽ പരമപുരുഷനുമായ പുരാണങ്ങളിൽ വിഷ്ണുവെന്നും ഈ അവതാരത്തിൽ കപിലൻ എന്നും പേര് ധരിച്ച പരബ്രഹ്മമൂർത്തിയായ അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. തം ത്വാമഹം ബ്രഹ്മപരം പുമാംസം പ്രത്യക്സ്രോതസ്യത്മനിഭം വിഭാവ്യം സ്വതേജസാധ്വസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. സ്വതേജസ ധ്വസ്തഗുണപ്രവാഹം, പ്രത്യക്സ്രോതസി ആത്മനി സംവിഭാവ്യം വേദഗർഭം കപിലം വിഷ്ണും പരമ്പുമാംസം തം ത്വാം ബ്രഹ്മ അഹം വന്ദേ. തം ത്വാമഹം ബ്രഹ്മ പരമ്പുമാംസം പ്രത്യക്സ്രോതസ്യത്മനിഭം വിഭവ്യം സ്വതേജസാധ്വസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. തം ത്വാമഹം ബ്രഹ്മ പരമ്പുമാംസം പ്രത്യക്സ്രോതസ്യത്മനിഭം വിഭാവ്യം സ്വതേജസാധ്വസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. ഇങ്ങനെ ദേവഹൂതി സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഇനി മൈത്രേയൻ മറുപടി പറയാം. ഈഡിതോ ഭഗവാനേവം കപിലഖ്യ പരപ്പുമാൻ വാചാ വിക്രവേത്യാഹമാതരം മാതൃവത്സലാം. ഈഡിത, സ്തുതിക്കപ്പെട്ടവനായി. അഗ്നിമീളെ പുരോഹിതം എന്നൊക്കെയുള്ളിടത്ത് ഈടെ സ്തുതിക്കുന്നു. ഈഡിത, സ്തുതിക്കപ്പെട്ടവനായ ഭഗവാൻ. ഏവം കപിലാഖ്യ പരപ്പുമാൻ, ഇങ്ങനെ സ്തുതിക്കപ്പെട്ടവനായ കപിലൻ എന്നുപേരുള്ള പരബ്രഹ്മസ്വരൂപനായ അങ്ങ് വാചാ വിക്ലവയ, വിക്ലവമായ വാക്ക്, ഗദ്ഗദമായ വാക്കിലൂടെ ഇത് ആഹ, ഇങ്ങനെ പറഞ്ഞു. മാതരം, അമ്മയോട്. മാതൃവത്സല, അമ്മയുടെ വാത്സല്യത്തിന് പാത്രീഭവിച്ചവനായി തീർന്ന ഈ കപിലൻ ഇങ്ങനെ അമ്മയാൽ സ്തുതിക്കപ്പെട്ടപ്പോൾ തൊണ്ടയിടറുന്ന വാക്കുകളിലൂടെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. ഈഡിതോ ഭഗവാനേവം കപിലാഖ്യ പരപ്പുമാൻ വാചാ വിക്ലവേത്യാഹമാതരം മാതൃവത്സലാം. ഏവം ഈഡിത കപിലാഖ്യ പരപ്പുമാൻ ഭഗവാൻ മാതൃവത്സല വിക്ലവയാ വാചാ മാതരം ഇതി ആഹ. ഈഡിതോ ഭഗവാനേവം കപിലാഖ്യ പരപ്പുമാൻ വാചാ വിക്ലവേത്യാഹമാതരം മാതൃവത്സലാം. ഈഡിതോ ഭഗവാനേവം കപിലാഖ്യ പരപ്പുമാൻ വാചാ വിക്ലവേത്യാഹമാതരം മാതൃവത്സലാം. കപിലൻ അമ്മയോട് പറഞ്ഞ വാക്കുകളാണ്. കപില ഉവാച മാർഗേണാനേന മാതസ്തേ ഫുഫേവ്യേനോദിതേന മേ ആസ്ഥിതേന പരാം കാഷ്ഠാം അജിരാദവരോത്സ്യഫീ. മാർഗേണ, അനേന, ഈ വഴിയിലൂടെ, ഹേ മാതഃ, അല്ലയോ അമ്മേ, തേ, നിന്നാൽ, ഫുഫേവ്യേന, നന്നായി സേവിക്കപ്പെടാൻ യോഗ്യമായില്ല, ഉദിതേന, പറയപ്പെട്ടതുമായ, മേ, എന്നാൽ പറയപ്പെട്ടതുമായ, ആസ്ഥിതേന പരാം കാഷ്ഠാം, ആസ്ഥിതമായ പരമമായ കാഷ്ഠയിൽ, അനുഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാർഗം കൊണ്ട് താമസം കൂടാതെ തന്നെ പരാം കാഷ്ഠാം, പരമമായ കാഷ്ഠയെ
അവരോച്ഛിഷി പ്രാപിക്കും. കാഷ്ഠ എന്ന് വെച്ചാൽ സ്ഥാനം എന്നുള്ള അർത്ഥം. പരമമായ സ്ഥാനമാണ് പരം കാഷ്ഠ. ആ സ്ഥാനത്തെ വൈകാതെ കണ്ട് എത്തിച്ചേരും എന്നൊരു ഉറപ്പുകൊടുത്താണ്. അമ്മയ്ക്ക് മകനായ കപിലൻ കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. ഒരു പ്രയാസവും കൂടാതെ ഞാൻ ഉപദേശിക്കപ്പെട്ട ഈ മാർഗം അനുഷ്ഠിച്ചാൽ ഈ മാർഗത്തിൽ കൂടി ഒരു താമസവും ഇല്ലാതെ ലക്ഷ്യത്തിലേക്ക് അങ്ങേക്ക് എത്താൻ പറ്റും. മാർഗേണാനേന മാതസ്തേ ഫുഫിഭ്യേനോദിതേന മേൻ ആസ്ഥിതേന പരാം കാഷ്ഠാം അജിരാദവരോത്സ്യഫീം. ഹേ മാതഃ, തേ ഫുഫിഭ്യേന മേ ഉദിതേന ആസ്ഥിതേന അനേന മാർഗേണ അചിരാത് പരാം കാഷ്ഠാം അവരോത്സ്യസി. മാർഗേണാനേന മാതസ്തേ ഫുഫിഭ്യേനോദിതേന മേൻ ആസ്ഥിതേന പരാം കാഷ്ഠാം അചിരാദവരോത്സ്യസി. മാർഗേണാനേന മാതസ്തേ ഫുഫിഭ്യേനോദിതേന മേൻ ആസ്ഥിതേന പരാം കാഷ്ഠാം അചിരാദവരോത്സ്യസി. സുത്വൈതത് ശ്രദ്ധത്വൈതന്മതം മഹ്യം ജുഷ്ടം യദ്ബ്രഹ്മവാദിഭിः ഏനമാമഭവം യായ മൃത്യും പൃച്ഛന്ത്യതദ്വിദഃ. ശ്രദ്ധസ്വ ഏതന്മതം മഹ്യം, എൻ്റേതായ ഈ മതത്തെ, ഈ അഭിപ്രായത്തെ, ആശയത്തെ ശ്രദ്ധസ്വ, വിശ്വാസത്തോടെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു. ജുഷ്ടം യത് ബ്രഹ്മവാദിഭി, ജുഷ്ടം സേവിക്കുന്നതാണ്, ബ്രഹ്മത്തെ ഉപദേശിക്കുന്നവരാൽ, ബ്രഹ്മവാദികളാൽ സേവിക്കപ്പെടുന്നതായ എൻ്റെ ഈ മതത്തെ, ബ്രഹ്മവാദിഭി ജുഷ്ടം യത് മഹ്യം തന്മതം ശ്രദ്ധസ്വ ഏന മാം അഭവം യായാഹ. അതുകൊണ്ട് തന്നെ അഭവം മാം, ഭവത്തിന് അപ്പുറത്തുള്ള എന്നെ, ഭവം സംസാരം, അഭവം സംസാരത്തിന് അപ്പുറത്തുള്ള എന്നെ യായാഹ പ്രാപിക്കും. മൃത്യും ഋച്ഛന്തി അതദ്വിതഃ, അതിനെ അറിയാത്തവർ മൃത്യുവിനെ പ്രാപിക്കും. അതദ്വിതഃ, തദ്വിതഃ അതറിയുന്നവൻ, അതദ്വിതഃ അതറിയാത്തവർ മൃത്യും ഋച്ഛന്തി, മൃത്യുവിനെ പ്രാപിക്കുക തന്നെ ചെയ്യും. ഞാൻ ഉപദേശിച്ച ഈ ഉപദേശം, സാഖ്യം, വളരെ വിശ്വാസത്തോടെ അനുഷ്ഠിച്ചുകൊള്ളുക. ശ്രദ്ധസ്വ. ഇതൊരു പുതിയ മതം അല്ല. ഇതിനു മുമ്പും ബ്രഹ്മോപദേശം ചെയ്തിരുന്ന ആചാര്യന്മാർ ഈ മാർഗത്തെ ആശ്രയിച്ച് അന്ന് ഉപദേശിച്ചിട്ടുണ്ട്. ഈ മാർഗം അറിഞ്ഞതുകൊണ്ട് ജന്മാദികളായ വികാരങ്ങളൊക്കെ കടന്ന് അങ്ങയെ പ്രാപിക്കാൻ കഴിയും. പിന്നെ സംസാരത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. ഇതാണ് അങ്ങയുടെ മഹത്വം, മാഹാത്മ്യം എന്ന്. അതുകൊണ്ട് ഇത് നന്നായി കേട്ട് വിശ്വാസത്തോടെ അറിഞ്ഞ് ഭഗവൻ മാഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞ് ഭക്തിയോഗത്തെ പിന്തുടർന്ന് ജീവിച്ചോളൂ. ശ്രദ്ധസ്വൈതൻ മതം മഹ്യം ജുഷ്ടം യത് ബ്രഹ്മവാദിഭീം ഏനമാം അഭവം യായ മൃത്യുമിച്ഛന്ത അതദ്വിത. ബ്രഹ്മവാദിഭിः ജുഷ്ടം യത് മഹ്യം ഏതത് മതം ശ്രദ്ധസ്വ ഏന അഭവം മാം യായാഹ അതദ്വിതഃ മൃത്യും പൃച്ഛന്തി. ശ്രദ്ധസ്വൈതന്മതം മഹ്യം ജുഷ്ടം യത് ബ്രഹ്മവാദിഭീം
ഏനമാമഭവംയായ മൃത്യുമൃച്ഛന്ത്യതദ്വിതാം ശ്രദ്ധഫ്വൈതന്മതം മഹ്യം ജുഷ്ടം യത് ബ്രഹ്മവാദിഭിം ഏനമാമഭവംയായ മൃത്യുമൃച്ഛന്ത്യതദ്വിതം. മൈത്രേയവാൻ. കപിലൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈത്രേയൻ ബാക്കി കഥ പറയുന്നു. ഇത് പ്രദർശ ഭഗവാൻ ഫതിം താമാത്മനോ ഗതിം സ്വമാത്ര ബ്രഹ്മവാദിന്യ കപിലോ നുമതോ യയൗ. ഇത് ഇങ്ങനെ പ്രദർശ്യ കാണിച്ചിട്ട് ഭഗവാൻ പതിയും താം ആത്മനോഗതിയും പതിയായ പരിശുദ്ധയായ പതിവ്രതയായ അവർക്ക് ആത്മനോഗതിം പ്രദർശ്യ തൻ ആത്മാവിൻ്റെ ഗതി ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് സ്വമാത്ര സ്വന്തം അമ്മയാൽ ബ്രഹ്മവാദിന്യ ബ്രഹ്മത്തെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കുന്നവളായ തൻ്റെ മാതാവിനാൽ അനുമതോ അനുവാദം കിട്ടിയവനായ കപിലൻ യയൗ യാത്രയായി. ആത്മാവിനെ പ്രാപിക്കുന്ന മാർഗമൊക്കെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ആ മാതാവിൻ്റെ അനുവാദം സിദ്ധിച്ചതുകൊണ്ട് അവിടം വിട്ടു പോകാൻ തയ്യാറായി. യയൗ പോയി. ഇതി പ്രദർശ ഭഗവാൻ ഫതിം താമാത്മനോഗതിം സ്വമാത്ര ബ്രഹ്മവാദിന്യ കപിലോനുമതോ യയൗ. ഫതിം താം ആത്മനഃ ഗതിം ഇതി പ്രദർശ്യ ബ്രഹ്മവാദിന്യ സ്വമാത്ര അനുമതഃ കപിലഃ യയൗ. ഇതി പ്രദർശ്യ ഭഗവാൻ ഫതിം താമാത്മനോ ഗതിം സ്വമാത്ര ബ്രഹ്മവാദിന്യ കപിലോനുമതോ യയൗ. ഇതി പ്രദർശ്യ ഭഗവാൻ ഫതിം താമാത്മനോ ഗതിം സ്വമാത്ര ബ്രഹ്മവാദിന്യ കപിലോനുമതോ യയൗ. പജാവിതനയോക്തേന യോഗാദേശേന യോഗയുക് അസ്മിന്നാശ്രമ ആപീഡേ ഫലസ്വത്യാ സമാഹിതാഹം. ഫാചാപി അങ്ങനെ കപിലൻ അനുവാദം കിട്ടിപ്പോയി. ഫാചാപി ദേവഹൂതിയുമാകട്ടെ തനയോക്തേന പുത്രൻ പറഞ്ഞ യോഗാദാശേന യോഗനിർദ്ദേശത്തിലൂടെ യോഗയുക് യോഗിയായി ഭവിച്ചിട്ട് തസ്മിന് ആശ്രമ ആപീഡേ ആ ആശ്രമത്തിന് അലങ്കാരമായിരിക്കുന്ന സരസ്വത്യാഹ സമാഹിതാഹ ആ സരസ്വതിയുടെ തീരത്തുള്ള ആ ആശ്രമത്തിൽ യോഗത്തോട് കൂടി ചേർന്നവളായി തീർന്നു അവൾ. പുത്രനുപേക്ഷിച്ചു പോയപ്പോൾ ഇനി എന്താ വഴി എന്നിങ്ങനെ ആലോചിച്ച് തൻ്റെ കയ്യിൽ തന്നെയുള്ള യോഗമാർഗത്തെ ആശ്രയിച്ച് മനസ്സിനെ അടക്കിക്കൊണ്ട് ആ ദേവഹൂതി സരസ്വതി നദിക്കൊരു അലങ്കാരമായി തീർന്നു. സരസ്വതിയിലേക്ക് ഇറങ്ങിപ്പോയി ജലസമാധിയായി. അധിക നദിക്കൊരു അനുഗ്രഹമായി. ദേവഹൂതിയും ആ സരസ്വതിക്കൊരു അലങ്കാരമായി ഭവിച്ചു. ദേവഹൂതി നദിക്ക് അലങ്കാരമായി, നദി ദേവഹൂതിക്കും അലങ്കാരമായി. അങ്ങനെ ബിന്ദു സരസ് എന്ന പേരുള്ള ആശ്രമത്തിൽ യോഗിയായി തന്നെ അവൾ കഴിഞ്ഞുകൂടി. പാചാപിത്തനയോക്തേന യോഗാദ ആദേശേന യോഗയുക് തസ്മിന്നാശ്രമ ആപീഡേ സരസ്വത്യാ സമാഹിതാഹം. ഫാച അപി തനയോക്തേന യോഗാദേശേന സമാഹിത സരസ്വത്യാഹ ആപീഡേ തസ്മിൻ ആശ്രമേ യോഗയുക്. ഫാചാപിത്തനയോക്തേന യോഗാദേശേന യോഗയുക് തസ്മിന്നാശ്രമ ആപീഡേ സരസ്വത്യാ സമാഹിത. പാചാവിത്തനയോക്തേന യോഗാദേശേന യോഗയുക്
തസ്മിന്നാശ്രമ ആപീഡേ പരസ്വത്യാസമാഹിതാഹം അഭീക്ഷ്ണാവഗാഹ കവിശൻ ജഡിലൻ കുടിലാളകാൻ ആത്മാനം ചോഗ്രതപ ബിഭ്രതി ചീരിണം കൃഷം. ആഭീഷ്ണ അവഗാഹ കപിശാൻ. അഭീഷ്ണം എല്ലായ്പ്പോഴും നിരന്തരമായി. അവഗാഹം ചെയ്യുക, മുങ്ങുക. എല്ലായ്പ്പോഴും മുങ്ങിയത് കൊണ്ട് കപിശാൻ ജഡിലാൻ, മുടി ജട പിടിച്ച് കപിശ നിറത്തിൽ ആയത്, കുടില അളകാൻ വളഞ്ഞ കുറുനിരകളെയുമൊക്കെ, ആത്മാനം ച ഉഗ്രതപസ ബിഭ്രതി ഉഗ്രമായ തപസ്സിൽ ഇത് ധരിച്ചുകൊണ്ട്, ചീരിണം കൃഷം ബിഭ്രതി കൃശമായ ചടച്ചിരിക്കുന്ന ദേഹത്തെയും ധരിച്ചവളായി തീർന്നിരിക്കുന്നു. ചീരത്തോടു കൂടിയവളാണ്, മരവുരിയോട് കൂടിയവളായിട്ട്. അപ്പം നിരന്തരമായും സ്നാനം ചെയ്തപ്പോൾ മുടിയെ നിറം മാറി, അത് ജട ധരിച്ചതുപോലെ ജടയുണ്ടായി. ജട മാത്രമല്ല, കുറുനിരകളും അതിമനോഹരമായി ശോഭിച്ചു. അങ്ങനെ ഉഗ്രമായ തപസ്സിനു വേണ്ടി മരവുരിയുടുത്ത് നന്നെ കൃഷിയുമായിരിക്കുന്ന ദേഹത്തെയും ധരിച്ചിരിക്കുന്നു. ഇവളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതാണ്. അഭീക്ഷ്ണാവഗാഹ കപിശാൻ ജഡിലൻ കുടിലാളകാൻ ആത്മാനം ചോഗ്രതപസാ വിഭ്രതി ചീരിണം കൃഷം. അഭീഷ്ണാവഗാഹ കപിശാൻ ജഡിലാൻ കുടിലാളകാൻ ചീരിണം ഉഗ്രതപസാ കൃശം ആത്മാനം ബിഭ്രതി. അഭീക്ഷ്ണാവഗാഹ കപിശാൻ ജഡിലൻ കുടിലാളകാൻ ആത്മാനം ചോഗ്രതപസാ വിഭ്രതി ചീരിണം കൃശം. അഭീക്ഷ്ണാവഗാഹ കപിശാൻ ജഡിലൻ കുടിലാളകാൻ ആത്മാനം ചോഗ്രതപസാ വിഭ്രതി ചീരിണം കൃശം. പ്രജാപതേ കർദമസ്യ തപോയോഗ വിജൃംഭിതം സ്വഗാർഹസ്ഥ്യമനൗപമ്യം പ്രാപ്യം പ്രാർത്ഥ്യം വൈമാനികൈരവീം. പ്രജാപതേഹ കർദമസ്യ, കർദമ പ്രജാപതിയായ കർദമന്റെ തപോയോഗ വിജൃംഭിതം, തപസ് കൊണ്ടും യോഗം കൊണ്ടും വളർന്നു വന്ന വലുതായപ്പെട്ട സ്വഗാർഹസ്ഥ്യം അനൗപമ്യം, സ്വന്തം ഗാർഹസ്ഥ്യം അനൗപമ്യമാണ്, ഒന്നിനോടും തുല്യമല്ല, ഉപമിക്കാൻ പറ്റാത്തതാണ്. അത് വൈമാനികൈഹി അഭിപ്രാർത്ഥ്യം, ദേവന്മാരാൽ പോലും പ്രാർത്ഥിക്കപ്പെടുന്നതാണ്. വൈമാനികന്മാർ വിമാനത്തിൽ നിൽക്കുന്നവർ, ആകാശത്ത് നിൽക്കുന്നവർ ദേവന്മാർ എന്നർത്ഥം. കർദമ പ്രജാപതിയുടെ തപസ്സിൻ്റെയും യോഗസിദ്ധിയുടെയും വൈഭവം കൊണ്ട് ആ ആശ്രമം സമ്പദ് സമർത്ഥമാണ് എപ്പോഴും. അങ്ങനെയുള്ള ആ ആശ്രമത്തിൽ പ്രജാപതേ കർദമസ്യ തപോയോഗ വിജൃംഭിതം സ്വഗാർഹസ്ഥ്യം അനൗപമ്യം പ്രാർത്ഥ്യം വൈമാനികൈരവി, വൈമാനികന്മാരാൽ പോലും പ്രാർത്ഥ്യമാണ്, പ്രാർത്ഥിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന ഈ സ്ഥാനത്തെ, ഒന്നിനോട് ഉപമിക്കാനാവാത്ത ഈ സ്ഥാനത്തെ അവർക്ക് ആഗ്രഹിക്കാൻ യോഗ്യതയുള്ളവരാണ്. പ്രജാപതേ കർദമസ്യ തപോയോഗ വിജൃംഭിതം സ്വഗാർഹസ്ഥ്യമനൗപമ്യം പ്രാർത്ഥ്യം വൈമാനികൈരവീം. കർദമസ്യ പ്രജാപതേഹ തപോയോഗ വിജൃംഭിതം അനൗപമ്യം വൈമാനികൈഃ അപി പ്രാർത്ഥ്യം
സ്വഗാർഹസ്ഥ്യം പ്രജാപതേ കർദമഫ്യത്തപോയോഗവിജൃംഭിതം സ്വഗാർഹസ്ഥ്യമനോപമ്യം പ്രാർത്ഥ്യം വൈമാനികൈരപീം പ്രജാപതേ കർദമഫ്യതപോയോഗവിജൃംഭിതം സ്വഗാർഹസ്ഥ്യമനോപമ്യം പ്രാർത്ഥ്യം വൈമാനികൈരപീം. പയഫേന നിഭാഷയ്യാദാന്താരുക്മപരീക്ഷതാ ആസനാനി ജഹൈമാനി ഉസ്പർശാസ്തരണാനി ചാം. ഇനിയും ഒരു ഗ്രഹത്തിനോടും സാദൃശ്യമല്ലാത്ത വിമാനത്തിലിരുന്ന് സഞ്ചരിച്ചു കൊണ്ടാണ് ഇവരുടെ മധുവിധു എന്ന ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ തുടക്കം. അപ്പോൾ ആ വിമാനത്തിലുള്ള പയഭേന നിഭാഹ, പയഫ് പാല്, ഭേനം പത, പാലിൻ്റെ പത പോലെ, നിഭം തുല്യം. പയഭേന നിഭാഹ, പാൽനുര പോലെ അതിനു തുല്യമായിരിക്കുന്ന ശയ്യാഹ കിടക്ക, ദാന്താഹ ദന്തം കൊണ്ട് ഉണ്ടാക്കിയത്, ദന്തം ആനക്കൊമ്പ് എന്നർത്ഥം. ദാന്താഹ ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ, രുക്മപരിച്ഛദാഹ വർണ്ണനിർമ്മിതമായ പരിച്ഛദങ്ങൾ, അടയാളങ്ങൾ, ആഭരണങ്ങൾ, വെൺകൊറ്റക്കുടകൾ, ചാമരങ്ങൾ ഇതെല്ലാം അതിനകത്ത് വരും. അപ്പം അവിടെ ഇവർക്ക് കിടക്കാൻ ഈ വിമാനത്തിൽ ഒരുങ്ങിയിരിക്കുന്ന ശയ്യ വെള്ള നിറത്തിലുള്ളതാണ്. അതിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പും വെള്ളയാണ്. പക്ഷേ ഇന്ന് ഹോട്ടലുകാരൊക്കെ ഇതിനെ അനുസരിച്ച് അല്ലെങ്കിൽ പോലും വിരിപ്പൊക്കെ വെള്ളയാക്കി വയ്ക്കാറുണ്ട്. വെളുപ്പിച്ച് വയ്ക്കും, അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ളതാവും. അവിടുത്തെ ശയ്യകളൊക്കെ പാൽപ്പതയ്ക്ക് സമാനമായി നിറമുള്ളതാണ്. ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ പല തരത്തിലുള്ള സ്വർണ്ണനിർമ്മിതമായ ആഭരണങ്ങളും അവിടെയുണ്ട്. ആസനാനിച ഹൈമാനി, ആസനങ്ങൾ, പീഠങ്ങൾ സ്വർണ്ണമയമാണ്. പുസ്പർശ ആസ്തരണാനിച, പഞ്ഞിപോലെ തൊഴാൻ മൃദുവായിരിക്കുന്ന ആസ്തരണങ്ങൾ, കിടക്കുകളും അവിടെ തയ്യാറായിരുന്നു ആ വിമാനത്തിൽ. പയഭേന നിഭാഷയ, ഓ ഓ പറഞ്ഞേക്കാം. നാളെ അതെ. ഓ മതി, കുഴപ്പമില്ല. ഞാൻ ക്ലാസ്സിലാണ്, പിന്നെ വിളിക്കാം. പറഞ്ഞു. പയഭേന നിഭാഷയ്യാദാന്താരുക്മപരീക്ഷതാം ആസനാനി ജഹൈമാനി സുസ്പർശാസ്തരണാനി ചാം. പയഭേന നിഭാഹ ശയ്യാഹ ദാന്താഹ രുക്മപരീക്ഷതാഹ സുസ്പർശ ആസ്തരണാനി ഹൈമാനി ആസനാനി ച. പയഭേന നിഭാഷയ്യാദാന്താരുക്മപരീക്ഷതാം ആസനാനി ച ഹൈമാനി സുസ്പർശാസ്തരണാനി ചാം. പയഭേന നിഭാഷയ്യാം ദാന്താരുക്മപരീക്ഷതാം ആസനാനി ച ഹൈമാനി സുസ്പർശാസ്തരണാനി ചാം. സ്വച്ഛസ്ഫടികകുഡ്യേഷു മഹാമാരകതേഷു ചാം രത്നപ്രദീപ ആഭാന്തി ലലനാരത്നസംയുതാഹം. സ്വച്ഛസ്ഫടികകുഡ്യേഷു, സ്വച്ഛമായ നിർമ്മലമായ സ്ഫടികക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ കുഡ്യം, ഭിത്തി. കുഡ്യേഷു ഭിത്തിഷു, ഭിത്തി എന്നുള്ള സംസ്കൃത വാക്കാണ്. ഉണ്ടാണ് ഭിത്തിഷു എന്നതിൻ്റെ വിഭക്തി പറയാൻ കാരണം. സ്വച്ഛസ്ഫടികകുഡ്യേഷു മഹാമാരകതേഷു ച, മഹത്തായ മരതകല്ലുകൊണ്ട് ഉണ്ടാക്കിയതും രത്നപ്രദീപാഹ ആഭാന്തി,
രത്നവിളക്കുകൾ ശോഭിക്കുന്നു. ലലനാ രത്നസംയുതാഹ, സ്ത്രീരത്നങ്ങളോട് കൂടിയതായിട്ട് ആഭാന്തി ശോഭിക്കുന്നു. ഇനി ആ വിമാനത്തിലുണ്ടായിരുന്ന ബെഡ്റൂമിൻ്റെ വർണ്ണനയാണ്. ശുദ്ധമായ നിർമ്മലമായ സ്ഫടികം കൊണ്ടുണ്ടാക്കിയ ഭിത്തികൾ, അതിൽ മരതകരത്നം കൊണ്ട് അലങ്കരിച്ചു വച്ചിരിക്കുന്നു. ആഭരണങ്ങൾ അണിഞ്ഞ ധാരാളം ദാസിമാരും രത്നദീപങ്ങളും അതിനകത്ത് പ്രതിബിംബിച്ച് ശോഭിക്കുന്നതും അവിടെ കാണാം. സ്വച്ഛസ്ഫടികകുണ്ഡ്യേഷു മഹാമാരകതേഷു ചാം രത്നപ്രദീപ ആഭാന്തി ലലന രത്നസംയുതാഹം. സ്വച്ഛസ്ഫടികകുണ്ഡ്യേഷു രത്നപ്രദീപാഹ ലലനാരത്നസംയുതാഹ ആഭാന്തി. സ്വച്ഛസ്ഫടികകുണ്ഡ്യേഷു മഹാമാരകതേഷു ചാം രത്നപ്രദീപ ആഭാന്തി ലലനാ രത്നസംയുതാഹം. സ്വച്ഛസ്ഫടികകുണ്ഡ്യേഷു മഹാമാരകതേഷു ചാം രത്നപ്രദീപാഃ ആഭാന്തി ലലനാ രത്നസംയുതാഹം. ഗൃഹോദ്യാനം കുസുമിതൈഃ രമ്യം ബഹു അമരദ്രുമൈഃ പൂജത് വിഹംഗമിഥുനം ഗായൻ മത്തമഥോവ്രതം. അവിടെ ഗൃഹ ഉദ്യാനം, വീട്ടിലെ ഉദ്യാനം, ഗൃഹത്തിലുള്ള പൂന്തോട്ടം, ഗൃഹോദ്യാനം കുസുമിതൈഹി രമ്യം, അങ്ങനെ പൂത്തു നിൽക്കുന്നതുകൊണ്ട് രമ്യമാണ്, മനോഹരമാണ്. ബഹു അമരദ്രുമൈഹി, ധാരാളം കൽപ്പവൃക്ഷങ്ങളോടൊപ്പം ആ ഗൃഹോദ്യാനത്തിൽ പൂത്തു നിൽക്കുന്ന രമ്യങ്ങളായ പുഷ്പങ്ങൾ ധാരാളമുണ്ട്. കൂജത് വിഹംഗമിഥുനം, ശബ്ദമുണ്ടാക്കുന്ന ദമ്പതിമാരായ പക്ഷികൾ, മിഥുനങ്ങളായ പക്ഷികൾ. ഗായൻ മത്തമഥോവ്രതം, മതിച്ച വൻകൂട്ടങ്ങൾ പാടിക്കൊണ്ടുമിരിക്കുന്നു. ഗൃഹോദ്യാനം കുസുമേതൈ രമ്യം ബഹു അമരദ്രുമൈ പൂജത് വിഹംഗമിഥുനം ഗായൻ മത്തമഥോവ്രതം. കുസുമിതൈ ബഹു അമരദ്രുമൈ രമ്യം പൂജത് വിഹംഗമിഥുനം ഗായൻ മധുവ്രതം. ഗൃഹോദ്യാനം. ഗൃഹോദ്യാനം കുസുമിതൈ രമ്യം ബഹു അമരദ്രുമൈ പൂജത് വിഹംഗമിഥുനം ഗായൻ മത്തമഥോവ്രതം. ഗൃഹോദ്യാനം കുസുമിതൈ രമ്യം ബഹു അമരദ്രുമൈ പൂജത് വിഹംഗമിഥുനം ഗായൻ മത്തമഥോവ്രതം. എത്ര പ്രവിഷ്ടമാത്മാനം വിവിധാനുചരാജഗോ വ്യാപ്യാം ഉത്പലഗന്ധിന്യാം കർദമേനോപലാളിതം. എത്ര, അവിടെ പ്രവിഷ്ടം ആത്മാനം, ആത്മാവിനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ വിബുധാനുചരാഹ, ദേവന്മാരുടെ അനുചരന്മാർ ജഗുഹു, പാടി സ്തോത്രം ചെയ്തു. വാപ്യാം ഉത്പലഗന്ധിന്യാം, താമരയുടെ മണമുള്ള കുളങ്ങളിൽ, വാപി എന്താണ് കുളങ്ങൾ, വാപ്യാം കുളത്തിൽ. എങ്ങനെയുള്ളതാണ് ആ കുളം? ഉത്പലഗന്ധിന്യാം, ഉത്പലത്തിൻ്റെ മണമുള്ളതാണ്, താമരപ്പൂവിൻ്റെ മണമുള്ളതാണ് ആ ഉദ്യാനം. വ്യാപ്യാം ഉത്പലഗന്ധിന്യാം കർദമേന ഉപലാളിതം, കർദമനാൽ വീണ്ടും വീണ്ടും ലാളിക്കപ്പെട്ടുകൊണ്ടിരുന്നതാണ് ഈ ഉദ്യാനവും ഈ കുളവും എല്ലാം. എത്ര പ്രവിഷ്ടമാത്മാനം വിബുധാനുചരാജഗോ വ്യാപ്യാം ഉത്പലഗന്ധിന്യാം കർദമേനോപലാളിതം. ഉത്പലഗന്ധിന്യാം എത്ര വാപ്യാം പ്രവിഷ്ടം കർദമേന ഉപലാളിതം
ആത്മാനം വിബുധാനുചരാഹ ജഗുഃ. എത്ര പ്രവിഷ്ടമാത്മാനം വിബുധാനുചരാ ജഗുഃ വാപ്യാമുത്പലഗന്ധിന്യം കർത്തമേനോപലാളിതം. എത്ര പ്രവിഷ്ടമാത്മാനം വിബുധാനുചരാ ജഗുഃ വ്യാപ്യാമുത്പലഗന്ധിന്യം കർത്തമേനോപലാളിതം. എന്തായാലും തീരില്ല, 37ഓളം ശ്ലോകങ്ങളുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഇന്ന് ഇവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ക്ലാസ് ഉപസംഹരിച്ചതിന് ശേഷം ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ആർക്കെങ്കിലും സംശയമുള്ള ചോദിക്കാം.